ഏതു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇത്ര തീവ്രമായിട്ട് പൊങ്ങി വരാനും അതിനെക്കുറിച്ചിട്ട് ഭയങ്കര ചർച്ചകളൊക്കെ വന്നതും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചതാണ്. പക്ഷേ CPM വിചാരിച്ചതുപോലെ വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, വലിയ തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് എങ്കിൽ പോലും ഒപ്പം തന്നെ വലിയ ശക്തമായ രീതിയിൽ വരുന്നതാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച. അതുമായി ബന്ധപ്പെട്ട് CPM ഇപ്പോഴും ഒരാളെ പോലും സസ്പെൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി 2 പ്രാവശ്യം വളരെ രൂക്ഷമായ ഭാഷയിൽ SIT വിമർശിച്ചതിന് ശേഷം മാത്രമാണ് ഈ N വിജയകുമാറിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു അറസ്റ്റൊക്കെ നടന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെയും നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും വളരെ ചെറിയ രീതിയിലൊരു അറസ്റ്റൊക്കെ വന്നേക്കാം എന്നൊരു അഭ്യൂഹം പുറത്തു വരുന്നത്. അതൊരു ഉന്നതനാകാം എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു SIT എത്രമാത്രം ഒരു മെല്ലെപ്പോക്ക് മാറ്റിവെച്ച് ഒരു തീവ്രമായ സമീപനം കൈക്കൊള്ളുമെന്നാണ് കരുതുന്നത്? ഇതിൽ വിദ്യ ആദ്യമേ പറയട്ടെ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിനെയും കൊണ്ടേ പോകും. ഞാനത് അത്രയും കൃത്യമായി പറയുന്നതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇത് അടിത്തട്ടിൽ CPMനുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. ഈ കേസ് വരുന്ന സാഹചര്യം, പത്മകുമാർ അടക്കമുള്ള CPM നേതാക്കൾ അകത്ത് പോകുന്ന സാഹചര്യം അതെപ്പോഴാണ് എന്ന് തോന്നിയിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അത് ശബരിമല അയ്യപ്പ സംഗമം നടത്തിയതിന് അധികം വൈകാതെയാണ്. അതായത് അയ്യപ്പ സംഗമം എന്ന പേരിൽ മുമ്പ് അയ്യപ്പ വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിക്കുകയും അവരുടെ മനസ്സിൽ തീകോരിയിടുകയും ചെയ്ത ഒരു യുവതീ പ്രവേശനമെന്ന നാടകം നടത്തിയതിന് ശേഷം അന്ന് നവോത്ഥാന മതിലൊക്കെ കെട്ടി ശബരിമലയിലേക്ക് ഇനിയും വേണ്ടി വന്നാൽ യുവതികളെ കയറ്റുമെന്ന നിലയിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഒടുവിൽ അടിത്തട്ടിലെ ഹൈന്ദവ വോട്ട് ബാങ്ക് കൂട്ടത്തോടെ ഒലിച്ചു പോകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അയ്യപ്പ സംഗമം. അതുകൊണ്ട് ഇതുവരെ ശബരിമലയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായതായിട്ട് CPM പോലും അവകാശപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ശബരിമല അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലൊരു തികഞ്ഞ വർഗീയവാദിയെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അവിടെ ഒരു ഷോ കാണിച്ചത് അത് ഹിന്ദു വോട്ടുകൾ കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. പക്ഷെ അവിടെയൊക്കെ CPMന് വലിയ തിരിച്ചടികളാണ് കിട്ടിയത്. അതിനുശേഷം ഇങ്ങോട്ട് മാല പോലെ പ്രശ്നങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ, സാധാരണ കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ CPMന് ഒരു അപ്പർ ഹാൻഡ് ഉള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം കേഡർ സംവിധാനത്തിൽ അടിത്തട്ട് വരെ ആഴ്ന്നു കിടക്കുന്ന സംഘടനാ പ്രവർത്തന ശൈലി CPMനുള്ളത് കൊണ്ട് CPMന് വലിയ മുന്നേറ്റം ഒരുവിധപ്പെട്ട സകല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടപടലം പാളി, കയ്യിൽ നിന്ന് പോയി. പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഹിന്ദു വോട്ടുകൾ, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്, BJP അല്ല. CPM ആണ് മെജോറിറ്റി ഹിന്ദു വോട്ട് ബാങ്ക് കൈകാര്യം ചെയ്യുന്നത്. ഹൈന്ദവ വിശ്വാസികളെ പൊട്ടാൻ കളിപ്പിക്കുന്ന, ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രത്തിൽ യുവതീ പ്രവേശനം പോലുള്ള ഭരണഘടനാനുസൃതമാണ്, സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയുമെങ്കിലും അത് ഇങ്ങനെയല്ലായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. ഭക്തജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച്, ഭക്തജനങ്ങളുടെ കരച്ചിൽ മുഴുവൻ സംഗീതം പോലെ ആസ്വദിച്ച്, ഈ ഭക്തജനങ്ങൾ പരാതി ഉന്നയിക്കുമ്പോൾ ഇവർ മുഴുവൻ സംഘികളാണെന്നും പറഞ്ഞ് സംഘപരിവാറിന് അങ്ങോട്ട് മരുന്നിട്ട് കൊടുക്കുന്ന പണിയാണ് CPM ചെയ്തത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം CPMനെ വരിഞ്ഞു മുറുക്കി. ആദ്യം പറഞ്ഞു അത് CPMനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന്. പത്മകുമാർ അറസ്റ്റിലായി, CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ N വാസു, മുരാരി ബാബു തുടങ്ങിയ ആളുകളൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടില്ല. CPM അംഗങ്ങൾ എന്നുള്ളത് മാറ്റി നിർത്തിയാലും ദേവസ്വം ബോർഡ് CPM ഭരിക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരുള്ള സമയത്താണ് ദേവസ്വം ബോർഡിൽ ഈ ക്രമക്കേടുകൾ മുഴുവൻ നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ അധികം മണിക്കൂറുകളായിട്ടില്ല, ഹൈക്കോടതി SIT എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ എടുത്തിട്ട് കുടഞ്ഞു. ആ കുടച്ചിലെന്ന് പറയുന്നത് സർക്കാരിനെ ഈ കേസ് എത്രത്തോളം ബാധിച്ചു തുടങ്ങി എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. അതായത് ചില ഉന്നതരിലേക്ക് ഈ കേസ് പോകാതിരിക്കാൻ, ഉന്നതരെ രക്ഷിക്കാൻ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് SIT ഇപ്പോൾ ഈ കേസിൽ ഉഴപ്പുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ ശബരിമലയിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിൽ ഒരു ബന്ധവുമില്ല. ഇത് ഹൈക്കോടതി നിയോഗിച്ചതാണ്. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ
ചിലപ്പോൾ പിണറായി സർക്കാരിന് കഴിഞ്ഞേക്കും. അത്തരമൊരു നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ പ്രകടമാണ്. കാരണം ഹൈക്കോടതി SITയെ കുടഞ്ഞത് എന്തിനായിരുന്നു? N. ശങ്കർദാസ് എന്ന് പറയുന്ന ഒരു മുൻ ദേവസ്വം ബോർഡ് മെമ്പർ ഈ കേസിലെ പ്രതിയാണെങ്കിലും ഇയാൾ ഇതുവരെ ജയിലിൽ കിടന്നിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല. അന്ന് മുതൽ ഇയാൾ ആശുപത്രിയിൽ ചെലവഴിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ്, ക്ഷമിക്കണം, ഇദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ്. അതുകൊണ്ടാണോ ഇങ്ങനെ ഇപ്പോഴും ജയിലിൽ വരാതെ ഇയാൾ ആശുപത്രിയിൽ കിടക്കുന്നത് എന്ന ചോദ്യത്തിൽ തുടങ്ങി ഹൈക്കോടതി വല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല SITക്ക് വിമർശനം കിട്ടുന്നത്. അതായത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കുന്നത് എന്നതിൽ തുടങ്ങി സംസ്ഥാന സർക്കാരിനെ കൃത്യമായി കുരുക്കുന്ന വിധത്തിലുള്ള നിരവധി ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയും പേര് അറസ്റ്റിലായി, ഇപ്പോൾ 50 ദിവസമായി താൻ കസ്റ്റഡിയിലായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പത്മകുമാർ ചെമ്പ് സ്വർണം പൂശിയല്ലേ ഉള്ളൂ, സ്വർണം പൂശിയ ചെമ്പ് എന്ന് എഴുതിയതല്ലേ ഉള്ളൂ എനിക്ക് ജാമ്യം തന്നൂടെ എന്ന് പത്മകുമാർ ചോദിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അത് ഗുരുതരമായ പിഴവാണ്, അങ്ങനെ എഴുതാൻ ആരാണ് താങ്കൾ? അതായത് സ്വർണം അടിച്ചുകൊണ്ട് പോകാനായിട്ട് പഴുതാക്കി എഴുത്തെഴുതിയത് താനാണ്, അത്രയല്ലേ താൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കോടതി നോക്കുമ്പോൾ ഈ എഴുത്തിനെ തുടർന്നൊക്കെയാണ് ഇവിടെ സ്വർണം പോയത് ആരും അറിയാതിരുന്നത്. ചെമ്പ് സ്വർണം പൂശിയ ചെമ്പ് എന്ന് എഴുതിയതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ എഴുതിയ ആളെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഗുരുതരമായ വിമർശനങ്ങൾ കോടതി ഉന്നയിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇനിയും ഇവിടെ കിടന്ന് ഇങ്ങനെ തത്തിക്കളിക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിയില്ല. ഇതിന് മുകളിലുള്ളവരെ കണ്ടെത്തിയേ പറ്റൂ. ഉന്നതരിലേക്ക് അന്വേഷണം പോകും. ആ ഉന്നതരെന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. ധാർമ്മികമായി ദേവസ്വം മന്ത്രിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അസാധ്യമാണ്. ഇപ്പോൾ പല കേസുകളിലും, ഇപ്പോൾ പണ്ട് ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് രാജൻ ഉരുട്ടിക്കൊല കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്, ആരോപണം ഉയർന്നപ്പോഴാണ്. കേരളത്തിൽ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വന്തം വകുപ്പിൽ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന മന്ത്രിമാരുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആന്റണി രാജുവിനിട്ട് പണി കിട്ടിയത് നമ്മൾ കണ്ടതാണ്. എത്ര വർഷത്തെ കോടതി വ്യവഹാരങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അതായത് ദേവസ്വം മന്ത്രി അറിയാതെ, ദേവസ്വം ബോർഡ് അറിയാതെ ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മുഴുവൻ സർക്കാർ ഉത്തരം പറയണം. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് കേസ്, ഗർഭം, കോഴി, മുട്ട, ചീമുട്ട ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാധ്യമങ്ങൾ ആളിക്കത്തിക്കും, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതിനപ്പുറം ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. അത് ചില വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. കോൺഗ്രസ് പാർട്ടിയും അതിൽ ഭാഗമല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി ഫേസ് ചെയ്യുന്നൊരു കേസാണ്. അതിനുവേണ്ടി എന്തിനാണ് ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അതേസമയം ജനങ്ങളുടെ സ്വത്ത്, നമ്മുടെ സ്വത്ത്, അയ്യപ്പ വിശ്വാസികളുടെ സ്വത്ത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുത്തിട്ടുള്ള ശബരിമലയിലേക്ക് സ്വർണവും പണവുമായിട്ട് നൽകിയിട്ടുള്ളവരുടെ ഈ പണവും സ്വർണവും ഒക്കെ എവിടെ പോയി എന്ന ചോദ്യം, ആ നെക്സസിനെ കുറിച്ച് അതിൻ്റെ തുടരന്വേഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും ഉന്നതൻ അവരാരൊക്കെയായാലും കുടുങ്ങുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായതോടുകൂടി ഇത് വേറൊരു തരത്തിലേക്ക് പിച്ച് ചെയ്യാനാണ് ശ്രമം നടക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ തന്ത്രിയാണെന്ന മട്ടിൽ തന്ത്രി സംഘിയാണ്, അല്ലെങ്കിൽ തന്ത്രി കൊങ്ങിയാണ്, തന്ത്രിക്ക് വേറെ കുറേ ബന്ധങ്ങളുണ്ട്, ഇതിൽ പാർട്ടിക്കാരും ഇല്ല എന്ന മട്ടിലേക്കൊക്കെ വരുത്തി തീർക്കാൻ വലിയ ക്യാമ്പയിനുകൾ നടന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബോർഡ് പിന്നെ എന്തിനാണ്? ഹൈക്കോടതി ആ ചോദ്യം ചോദിച്ചാണ്, പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ്? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി, തന്ത്രി കൊണ്ടുപോയി, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടാവുന്നവരും പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ബോർഡ്? എന്നാൽ ദേവസ്വം ബോർഡ് പിരിച്ചു വിട്ടിട്ടെന്നേ. ഇപ്പോൾ BJPയുടെ കാലങ്ങളായിട്ട് പറയുന്നതാണ്, ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ദേവസ്വം ബോർഡ് പിരിച്ചു വിട്ടിട്ട് ഭക്തജന സംഘങ്ങൾ ക്ഷേത്രങ്ങൾ നടത്തട്ടെ. ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടാക്കി ക്ഷേത്രങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാനും ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും ഇവരൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു സംവിധാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കി നടത്തണം. ഇവിടേക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഇവർ ഉത്തരവാദിത്വം പറയണമെന്നേ. അവിടെ പറയുമ്പോൾ ഒന്നും പറയാനില്ല. ഇപ്പോൾ നോക്കുക, CPM ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നീചമായ നിലപാട് എന്താണ്? പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായി ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ പറയുന്ന കോടതി അന്തിമ തീരുമാനം പറയുന്നത് വരെ എല്ലാ കേസിലും അങ്ങനെ ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അങ്ങനെ പറയാൻ അത് പറ്റൂല, അത് നടക്കില്ല. അതാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. CPMന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ കാണുകയാണ്. അത് ജനങ്ങൾ ഇപ്പോൾ വ്യക്തമായി തുടങ്ങി, ജനങ്ങൾക്കിടയിൽ വ്യക്തമാവുകയല്ല, വലിയ ചർച്ചയായി തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതാണെന്നേ. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും അന്തർധാര സജീവമാണെന്ന ടൈപ്പിലുള്ള സന്ദേശ മോഡൽ, ശങ്കരാടി മോഡൽ, പാർട്ടി ക്ലാസ് എടുക്കുന്ന ഗോവിന്ദമാഷയൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്.
എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചാൽ സോവിയറ്റ് റഷ്യയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് ബംഗാളും ത്രിപുരയും കടന്ന് കഥയും പറഞ്ഞ് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ പോരെ, ഇത് പറയില്ല. അപ്പോൾ എന്താണെന്നറിയോ അവിടെ ഉയരുന്ന ഒരു കാര്യം, ഈ പത്മകുമാറിന് എന്തൊക്കെയോ പറയാനുണ്ട്. പത്മകുമാറിനെ പുറത്താക്കിയാൽ പത്മകുമാർ ചില ഉന്നതരുടെ പേരുകൾ പറയും. അത് പറയാതിരിക്കാൻ പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് എന്ന നിലയിലേക്ക് ചർച്ചകൾ വരുന്നുണ്ട്. അതായത് പത്മകുമാർ ഒരു ഇടനിലക്കാരനോ ഒരു കണ്ണിയോ മാത്രമായിരിക്കും, ഇതിലും മേലെ വലിയ 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 ഉന്നതർ ഉണ്ടാകും. ആ ഉന്നതരെ അധികകാലം മറച്ചു പിടിക്കാൻ കഴിയില്ല. കാരണം ആ ഉന്നതർ പുറത്തു വരേണ്ടി വരും. കാരണം ഹൈക്കോടതി ഇപ്പോൾ തന്നെ കടുപ്പിച്ചു തുടങ്ങി, രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു തുടങ്ങി. ഒരു പ്രതി ആശുപത്രിയിൽ കിടന്നത് കണ്ടിട്ട് ഹൈക്കോടതി ഇത്രയും രൂക്ഷമായി പൊട്ടിത്തെറിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് കേസ് പോകാത്തത് എന്തേ, ഇത്രയേ ഉള്ളൂ പ്രതികൾ എന്ന് SIT-യോട് ഹൈക്കോടതി ചോദിക്കുന്ന സമയം അധികം വൈകില്ല. അതിൽ SIT-ക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന പോലീസുകാർക്ക്, ഉദ്യോഗസ്ഥർക്ക് സർക്കാരിനെ പേടിച്ച് അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിൽക്കാനും കഴിയില്ല. കാരണം ജുഡീഷ്യൽ നടപടി ഉണ്ടായാൽ അവരുടെ സർവീസ് റെക്കോർഡ് തന്നെ തകർന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്തേ പറ്റൂ. പരമാവധി വലിപ്പിക്കും, കാലതാമസം വരുത്താൻ ശ്രമിക്കും. ഇനി അവർക്ക് ഒരു CPM-ൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം ഇങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ചില ഉന്നതർ കൂടി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നതൻ കൂടി അറസ്റ്റിലാകാനുണ്ട് എന്നാണ് വിവരം. ഇപ്പോൾ തന്ത്രി ഇതുപോലെ ഒരു പെട്ടെന്നുള്ള ഒരു എൻട്രി ആയിരുന്നു. തന്ത്രിയുടെ പേരാരും വിചാരിച്ച് ചില ആളുകൾ പറഞ്ഞിരുന്നു തന്ത്രി അറിയാതെ ശബരിമലയിൽ നിന്ന് പോകുമോ എന്നുള്ളതൊരു പ്രശ്നമായി പറഞ്ഞിരുന്നുവെങ്കിലും തന്ത്രിയിലേക്ക് ഇത് പോകുമെന്ന് ആരും വിചാരിച്ചില്ല. പെട്ടെന്നായിരുന്നു തന്ത്രി അറസ്റ്റ് ചെയ്തത്. പക്ഷേ തന്ത്രിയല്ല, അതിനും മേലെ മന്ത്രിയുണ്ടോ എന്നുള്ള ചോദ്യം അത് കൃത്യമായി പൊതുജനം ചോദിക്കുന്നുണ്ട്. അതിന് SIT ഒരു മറുപടി നൽകിയാൽ, അതായത് ഹൈക്കോടതിയുടെ സമ്മർദ്ദപ്രകാരം കടുത്ത നടപടികളിലേക്ക് SIT പോവുകയും അത് എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലുള്ളൊരു ഉന്നതനാവുകയും ചെയ്താൽ CPM എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും.